ചില ആൾക്കാർ കഷ്ടപ്പെട്ട് ഒരു നല്ല കാര്യം ചെയ്തു കൂട്ടുന്നു. മറ്റു ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആ നേട്ടത്തിനെ സ്വന്തം നേട്ടമായി കാണിച്ചുകൊണ്ട് കയ്യടി വാങ്ങുന്നു. ഇത് എത്രക്കാരാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ബാക്കി പറയാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നുമല്ല, ഇത്രയും അതായത് സ്വാർത്ഥ മനോഭാവനായിട്ടുള്ള ആൾക്കാർ, അതായത് അവനവന്റെ കാര്യം മാത്രം ഒന്ന് ചിന്തിക്കുന്ന, സ്വന്തം കാര്യം ചിന്താഭാഗം ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ, അവർക്ക് ദയാദാക്ഷിണ്യമൊന്നും ഉണ്ടാവില്ല. അവനവന്റെ കാര്യങ്ങൾ നടത്താനുള്ള ചിന്തയുണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് ഇറങ്ങുന്നു. മറ്റുള്ളവർ ചെയ്തു വെച്ചതിന്റെ സുഖമായിട്ട് എളുപ്പത്തിൽ കൈയടി വാങ്ങിക്കൊണ്ട് അവർ താനാണ് ആ കാര്യം ചെയ്തെന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു, കൈയടി വാങ്ങുന്നു. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല, താൻ കർമ്മത്തിലൊരു ഫലമുണ്ട്. ആ നിമിഷം അവർ വിജയിക്കും, കൈയടി വാങ്ങിയിരിക്കും. പക്ഷേ ഇത് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ട്. ഇത് അറിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും സംഭവിക്കാൻ പോണ താൻ ഉണ്ടാക്കി വെച്ച ഇമേജ് കംപ്ലീറ്റ് പടുകുഴിയിൽ പോവുകയും ചെയ്യും. തനിക്ക് ഉണ്ടാവണ മോശമായ അവസ്ഥ ഒന്നും കൂടി മോശമായിട്ട് ഇല്ലാതാവുകയും ചെയ്യും. നേരെ മറിച്ച് ഇത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉയരങ്ങളിലേക്ക് പോകും. ആ നിമിഷം പോയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി ഒന്ന ശക്തിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് നയിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൂടുതലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്, പരിഹാരങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്വയം കണ്ടെത്താം, പരിഹരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ